എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ മേലായിരുന്നോ, എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് എന്ന്. അന്നേരം നയന പറയും, ആദർശേട്ടനില്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇനിയിപ്പം നമ്മുടെ ജ്വല്ലറിയെ നമുക്ക് കയറ്റിക്കൊണ്ട് വരണം, ഇനി അതിന് എൻ്റെ കൂടെ നിൽക്കാൻ കിരണും കല്യാണിയും ഒക്കെ ഉണ്ട്, പിന്നെ നീയും ഉണ്ടല്ലോ, എല്ലാ പരിക്കുകളും മാറ്റി നമുക്ക് മൂർത്തി ജ്വല്ലറി ഉയരങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവന്തികയും നാഗേന്ദ്രനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നയനയും പടിയിറങ്ങിപ്പോയി അറിയുമ്പം ഭയങ്കര സന്തോഷമാണ് നാഗേന്ദ്രന്. അവരത് ആഘോഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, തമ്മിൽ തല്ലി തീരണം എല്ലാവരും കൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ മേലാത്ത അവസ്ഥയിൽ എത്തിക്കണം എല്ലാവരെയും എന്ന് പറയുന്നുണ്ട്. അതുപോലെ മുത്തച്ഛനോടാണ് കൂടുതൽ വെറുപ്പ്. അങ്ങനെ പറയുവാണ്, മുത്തശ്ശനെ കൂടെ നടക്കുന്ന മുത്തശ്ശി പോലും വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന്. പിന്നെ പറയുന്നുണ്ട്, ജലജയുടെ 1 നമ്പർ ശത്രുവായിരുന്നു നയന, അവൾ പടിയിറങ്ങിപ്പോയി. അങ്ങനെ ആദർശം പടിയിറങ്ങിപ്പോയി. ഇനിയിപ്പം അവിടെയുള്ളത് നവ്യ മാത്രമാണ്. അവളെ കൊണ്ട് നമുക്ക് കുറച്ച് പ്രയോജനമുണ്ട്, അതുകൊണ്ട് അവളവിടെ നിർത്തിയേക്കുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അവന്തിക പറയും, അമ്മായി ആകെ ദേഷ്യത്തിൽ നടക്കുവാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ സത്യമെല്ലാം വിളിച്ച് പറയുമോ എന്നറിയില്ല എന്ന്. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിളിച്ച് പറയത്തില്ല, അവൾക്ക് നയനെ പോലെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യ ചിലപ്പം അഭിയെ കൊല്ലും, അല്ലെങ്കിൽ അവനെ ജയിലിൽ കയറ്റും. അങ്ങനെ പല പ്രശ്നങ്ങളും വീണ്ടും അനന്തപുരിയിലുണ്ടാകും. അതുകൊണ്ട് ആരും സത്യം പറയാൻ പോകുന്നില്ല ഉടനെയൊന്നും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പറയുവാണ്, വിഷു ആവുന്ന ആ സമയമാകുമ്പോഴേക്കും മൂർത്തി ജ്വല്ലറി തകർന്നടിയും, ആ അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ മുത്തശ്ശിയെയും കാണിക്കുന്നുണ്ട്. മുത്തശ്ശൻ വന്നിരിക്കുന്നു. അവിടെ അജയനും അതുപോലെ ജാനകിയും ഉണ്ട്. അവരോട് പറയുവാണ്, ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആദർശ് ഏതായാലും MD സ്ഥാനം വെച്ചൊഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ഇനിയിപ്പം ആ സ്ഥാനത്തേക്ക് ഞാൻ പുറത്തുനിന്ന് ആരെയും തീരുമാനിക്കുന്നില്ല. ആ സ്ഥാനം ഇനി നിൻ്റെ മകൻ അനിയാണ് ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനത്ത് ഇനി അനി ഇരിക്കണം, അവൻ കമ്പനി ഭരിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും അതങ്ങ് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അജയന്. അജയൻ പറയുന്നുണ്ട്, അവൻ അതിനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവൻ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ആദർശിൻ്റെ ഒരു കൈ സഹായം അവനുണ്ടായിരുന്നു, അല്ലാതെ അവൻ എങ്ങനെ അതിനെ മുന്നോട്ട് നയിക്കും എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം സ്വന്തം മകന് MD സ്ഥാനം കിട്ടാൻ പോകുമ്പം അതിന് ഇടങ്കോലിടുവാണല്ലോ ഭർത്താവ് എന്നോർത്ത് മുഖമൊക്കെ അങ്ങ് മാറിപ്പോകുന്നുണ്ട് ജാനകിയുടെ. അത് ജലജ ശ്രദ്ധിക്കുന്നുണ്ട്. ജലജ മനസ്സിലോർക്കുക, ഓ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല അവളുടെ മോനെ കുറ്റം പറയുന്നത് എന്നിങ്ങനെ മനസ്സിൽ പറയും. എന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുവാണ്, ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ അച്ഛാ, ഇനിയിപ്പോൾ അനിയെ സഹായിക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ അവനൊരു കൂട്ടായിട്ട് ആ അഭിയെ കൂടി നമുക്ക് കമ്പനിയിലേക്ക് എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, സഹായത്തിനായിട്ടല്ല, കമ്പനി നശിപ്പിക്കാനാണെങ്കിൽ അവനെ എടുക്കാം, അല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും മുഖം വീർപ്പിച്ചുകൊണ്ട് ജലജ അടുക്കളയിലേക്ക് പോകും. ഏതായാലും അജയനോട് ഈ കാര്യം പറയുമ്പോൾ അജയന് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അജയൻ പറയുന്നുണ്ട്, അവൻ ഒറ്റയ്ക്ക് ഇതെങ്ങനെ കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, അവന് ഏട്ടൻ്റെ തണലായി നിന്ന് അല്ലെങ്കിൽ ഏട്ടന് കീഴിൽ നിന്ന് വളർന്നേ ശീലമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ അവന് ശീലമുള്ളൂ എങ്കിൽ അത് അവൻ്റെ കഴിവുകേടായിട്ട് പരിഗണിക്കേണ്ടി വരും. അവൻ തന്നെ വളരണം, ആദർശൻ്റെ കീഴിലല്ല അവൻ ജീവിക്കേണ്ടത് എന്നൊക്കെ പറയുവേ. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ജാനകിക്ക് ഭയങ്കര സന്തോഷം. ഏതായാലും മുത്തശ്ശൻ്റെ തീരുമാനം പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. അടുക്കളയിൽ വന്ന് നിൽക്കുന്ന ജലജയുടെ ദേഷ്യം മൊത്തം വെണ്ടയ്ക്കലും കോവയ്ക്കലും ഒക്കെ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. അന്നേരം ജാനകിയോട് ജലജ പറയുന്നുണ്ട്, ഓ നിനക്ക് കോൾ അടിച്ചല്ലോ, ഇനിയിപ്പം നിൻ്റെ മകൻ ഒന്ന് കെട്ടിയതൊന്നും നീ ഓർക്കണ്ട. മൂർത്തീസ് കമ്പനിയുടെ MD സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന് നല്ല പവറാണ്, അതുകൊണ്ട് അവനൊന്നും കെട്ടിയതൊന്നും ഇനി ആരും പരിഗണിക്കുകയില്ല. ഇഷ്ടം പോലുള്ള സ്വത്തുള്ള വീട്ടിൽ നിന്ന് നിൻ്റെ മകനെ പെണ്ണ് കിട്ടും. ഏതായാലും ആദർശനും അഭിക്കൊന്നും ആ ഭാഗ്യം ഉണ്ടായില്ല. ഇങ്ങോട്ട് കയറി വരാൻ യാതൊരു യോഗ്യതയില്ലാത്ത 2 കയറി വന്നു. നിൻ്റെ മകനും അങ്ങനെ ഒരുത്തിയാണ് കിട്ടിയത്, പക്ഷെ അവൾ ഒഴിഞ്ഞു പോയല്ലോ, ഇനിയിപ്പോൾ നല്ല ബന്ധങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമായിരിക്കും എന്ന് പറയുമ്പം ജലജ പറയുക, പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ജാനകി, നിൻ്റെ മകൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പോലീസുകാരിയാണെന്നാണ് തോന്നുന്നത് എന്ന്. അന്നേരം അങ്ങനെ തോന്നാൻ നീ അങ്ങനെ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഞാൻ കണ്ടില്ല, അഭി അങ്ങനെ പറയുന്ന കേട്ടു എന്ന്. അന്നേരം ജാനകി പറയും, അവനെ വാ തുറക്കുന്നത് നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ്, അതുകൊണ്ട് അത് വലിയ കാര്യമാക്കി എടുക്കുമെന്നും വേണ്ട. ഇനിയിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനം എനിക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും അവളെ ഈ വീട്ടിലോട്ട് കയറ്റില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം നടക്കുകയില്ല എന്നും പറയുന്നുണ്ട്.
അതിനുശേഷം അജയനെ കാണിക്കുന്നുണ്ട്. അജയൻ അനിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അനി ചെന്നൈക്ക് അങ്ങോട്ട് പോയേക്കുക. അപ്പം വരുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ അജയൻ ഫോൺ വയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. അന്നേരം മോനായിരുന്നോ, എനിക്കൊന്ന് തരാൻ മേലായിരുന്നു, അവനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പം അജയൻ ചോദിക്കും, എന്നാ പറയാനുള്ള, ഇവിടുത്തെ വിശേഷങ്ങൾ വിളിച്ച് പറയാനാണോ, എന്നിട്ട് വേണം അവൻ ടെൻഷൻ അടിച്ച് ഇങ്ങോട്ട് വരാൻ. ആദർശ് വീട് വിട്ട് പോയതും നയനെ ഈ വീട് വിട്ട് ഇറങ്ങിയതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മതി, നീയായിട്ട് വിളിച്ച് പറയാൻ നിൽക്കണ്ട എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, എന്നെ പറഞ്ഞാലും നമ്മുടെ മോൻ MD ആകാൻ പോവല്ലേ, അതിൻ്റെ ഒരു ഗമയും സ്ഥാനമൊക്കെ നമുക്കും കിട്ടൂലേ എന്നൊക്കെ ചോദിക്കുമ്പം അജയൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നീ ഒരുപാട് അങ്ങ് സന്തോഷിക്കുകയൊന്നും വേണ്ട, നമ്മുടെ മകന് ആ കമ്പനിയെല്ലാം ഒരുമിച്ച് കൊണ്ട് നടക്കാനുള്ള കഴിവുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്ന് പറയും. അന്നേരം ജാനകി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛൻ ആ MD സ്ഥാനം അവന് കൊടുക്കുകയല്ലോ, അവന് കൊടുത്തതിന് കാരണം അവന് ആ കഴിവുണ്ട് എന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം അജയൻ പറയുന്നുണ്ട്, അച്ഛൻ എന്താ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല, അവന് തന്നെ ഇതൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അജയൻ പറയുന്നത്. അന്നേരം ജാനകി പറയും, നിങ്ങളായിട്ട് ഇടങ്കോലിടാനൊന്നും പോകണ്ട, നമ്മുടെ മോനെ ഒരു നല്ല സ്ഥാനം കിട്ടുന്നത് നിങ്ങളായിട്ട് ഇല്ലാതാക്കണ്ട എന്നൊക്കെ പറയുമ്പം അജയൻ പറയുന്നുണ്ട്, ഇടയ്ക്കൊന്ന് നന്നായതായിരുന്നു, പിന്നെയും ജലജയുടെ കൂടി മറ്റേ പഴയ സ്വഭാവം എടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കുകയില്ല, നീയൊന്നും പറയുന്ന അനുസരിച്ചല്ല ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അനി ഇതൊന്നും സമ്മതിച്ചു തരുമില്ല, അവൻ്റെ ഏട്ടൻ കഴിഞ്ഞുള്ളൂ ബാക്കി എല്ലാം എന്നൊക്കെ പറഞ്ഞ് ജാനകി കുറച്ച് ചീത്തയും പറഞ്ഞിട്ടാണ് അജയൻ അങ്ങോട്ട് പോകുന്നത്. പിന്നെ മുത്തശ്ശിയും കാണിക്കുന്നുണ്ട്. മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ അനിയെ അങ്ങനെ ഒരു സ്ഥാനം ഏൽപ്പിച്ചത് അവൻ നന്നായി വളരണം, ആദർശിൻ്റെ കീഴിലല്ലാതെ തന്നെ അവൻ വളരണം, കമ്പനി നോക്കാനുള്ള അവൻ്റെ കഴിവ് അവൻ മൊത്തത്തിൽ പുറത്തെടുക്കണം, ആദർശിന് ഒരാവശ്യം വന്നാൽ കുറച്ച് ദിവസം അവന് മാറി നിൽക്കേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയെ കൊണ്ടുപോകാനുള്ള കഴിവ് അനിക്കുണ്ടായിരിക്കണം, എങ്കിലേ ആദർശിന് ഒരു കൈത്താങ്ങാവുള്ളൂ, അതുകൊണ്ടാണ് അവൻ മാറി നിൽക്കുന്ന സമയത്ത് അനിയെ ഞാൻ അവിടെ നിയോഗിച്ചത്. ഏതായാലും എൻ്റെ ആദർശമോൻ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുമെന്നും നമ്മുടെ ശത്രു ആരാണ് എന്ന് കണ്ടുപിടിക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ ഈ വീട് വിട്ടു പോയപ്പം കൂടെ നയനമോളും പോയി, അവൾ ബുദ്ധിയുള്ള കുട്ടിയാണ്, ആദർശിൻ്റെ കൂടി അവനൊരു തുണയാവാൻ അവൾക്ക് സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശത്രുവിനെ കണ്ടുപിടിച്ച് മൂർത്തി ജ്വല്ലറിയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിച്ചതിന് ശേഷം നയനമോളുടെ കൈയും പിടിച്ച് അവൻ ഈ പടി കയറി തല ഉയർത്തി പിടിച്ച് വരുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിന് നമ്മുടെ മോന് കഴിയുമെന്നൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നയനെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ടേക്ക് ജയനും ദേവേനയും കൂടെ വരുന്നത്. അന്നേരം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അന്നേരം അവന് കുഴപ്പമൊന്നുമില്ല, പിന്നെ നയനമോളെ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ കൂടെ ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ഭയങ്കര ഗൗരവത്തിൽ, അവിടെ കുഴപ്പം വരാനല്ല, നമ്മുടെ ഗസ്റ്റ് ഹൗസ് അല്ലേ, അവന് സഹായത്തിന് അവിടെ ആളുണ്ടല്ലോ, പിന്നെ എന്നാ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അന്നേരം മുത്തശ്ശി ചോദിക്കും, അവന് പ്രശ്നമുണ്ടെന്ന് അവർ പറഞ്ഞില്ലല്ലോ, അവരുടെ മോനെ അവർ കാണാൻ പോയി, ഇടയ്ക്ക് നമ്മളും പോകും എന്ന് പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ വരത്തൊന്നുമില്ല, നീ വേണേ പോയിക്കോ, ഞാൻ വരത്തില്ല, മൂർത്തി ജ്വല്ലറിയുടെ പേര് കളഞ്ഞവനാണ് ആദർശ്, അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കാതെ ഞാൻ ഇനി അവനെ കാണാൻ പോകില്ല എന്ന് മുത്തശ്ശൻ പറയുന്നതേക്കും സങ്കടമാകുന്നുണ്ട് ദേവേനിക്ക്. അന്നേരം മുത്തശ്ശി പറയും, ദേവേ നീ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട, ഇങ്ങേരോട് ഇതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഈ പ്രായത്തിൽ തല്ലുകൂടുന്നത് നിങ്ങൾ കാണേണ്ടി വരും, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ചന്തമോൾക്ക് ആകെ വിഷമമാണ് നയന പോയതുകൊണ്ട് നീ അങ്ങോട്ട് ചെന്ന് മോളെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്ന് പറയും. ദേവേനി മോളുടെ അടുത്തേക്ക് കയറി പോന്നു കഴിയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ജയനോട്, എന്താ അവൻ്റെ അടുത്ത പ്ലാൻ, വല്ലതും പറഞ്ഞോ എന്ന്. അന്നേരം ജയൻ പറയും, അവൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത്, അവൻ നമ്മളുടെ ശത്രുവിനെ കണ്ടുപിടിക്കുക വെച്ചാൽ എല്ലാ കാര്യങ്ങളും സോൾവ് ആകും, അതിനുള്ള ആർജവും ശക്തിയും അവനുണ്ട് എന്നൊക്കെ ജയൻ പറയുക. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, എങ്ങനെയാണ് നമ്മുടെ ജ്വല്ലറി വിഷുവൊക്കെ ആകുമ്പോഴേക്കും ലാസ്റ്റിൽ നിന്ന് 1ാം സ്ഥാനം നേടുമോ എന്ന് ചോദിക്കുമ്പം ജയൻ പറയും, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. എങ്ങനെയാണ് AM ജ്വല്ലറിയുടെ മുകളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അത് സംശയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ജയൻ അങ്ങ് പോകുന്നത്. പോയി കഴിയുമ്പം മുത്തശ്ശനോട് ചോദിക്കുകയാണ്, എന്നെ അഭിനയമാണ്, ഇതൊന്നും കണ്ടിട്ട് എനിക്ക് നേരത്തെ മനസ്സിലായില്ല, എത്ര ദിവസവും ഞാൻ വിഷമിച്ച് നടന്നതെന്ന് അറിയാവോ, പിന്നെ അതെല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായത്, ഇങ്ങനൊരു മുത്തശ്ശൻ ഒരിടത്തും കാണിയേല കേട്ടോ എന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതാണ് മൂർത്തി ജ്വല്ലറിയെ വേറിട്ട് നിർത്തുന്നത്, എൻ്റെ കൊച്ചുമക്കൾ എനിക്ക് മേലെ വളരണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്, എൻ്റെ കാലം കഴിഞ്ഞാലും അവർ തലയെടുപ്പോട് കൂടി ഇതെല്ലാം ഭരിക്കുന്നത് എൻ്റെ ആത്മാവിനെ കണ്ട് സന്തോഷിക്കണം, ആ അവസ്ഥയിൽ എത്തിച്ചിട്ടേ ആദർശ് തിരിച്ചു വരുവുള്ളൂ എന്നും എനിക്കറിയാമെന്ന് പറഞ്ഞ് മുത്തശ്ശന് ഭയങ്കര പ്രതീക്ഷയാട്ടോ ആദർശിൽ. പിന്നെ ദേവേനി കാണിക്കുന്നുണ്ട്, ചന്തമോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്, ചന്തമോളെ പോയി ആശ്വസിപ്പിക്കുന്നു, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം, ഈ വിഷമം മാറുമെന്നൊക്കെ പറഞ്ഞ് മോളെ ആശ്വസിപ്പിച്ചെടുത്തുകൊണ്ട് പോകുന്ന ദേവേനിയും അടുത്ത കുടിലതന്ത്രം അങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന അഭിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.